നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ വൺ സൈഡ് ലവേഴ്സ്, ബ്രേക്കപ്പ് ആയവർ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവഗണനകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അതെല്ലാം മറികടക്കാൻ ഈ ഒരു മെത്തേഡ് വളരെയധികം സഹായിക്കും. ഈ ഒരു മെത്തേഡിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേൾക്കുമ്പോൾ ഒരുപാട് പോലെ തോന്നുമെങ്കിലും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ വന്നു ചേരും. ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, യാതൊരു തരത്തിലും മനസ്സിനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകരുത്. കുഴപ്പിക്കുന്ന ചിന്തകൾ എന്ന് വെച്ചാൽ, ഈ ഒരു മെത്തേഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് ലഭിക്കുക, എന്താണ് റിസൾട്ട് ലഭിക്കാത്തത് എന്ന് ആദ്യ ദിവസം തന്നെ ചിന്തിച്ച് തുടങ്ങിയാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് വളരെ വൈകിയായിരിക്കും. അതേസമയം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങൾക്ക് വേഗം തന്നെ റിസൾട്ട് ലഭിക്കും. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അത്രത്തോളം വേഗത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിസൾട്ട്. ആദ്യം തന്നെ വേണ്ടത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൂമാണ്. ആ ഒരു റൂമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി കുറച്ച് നേരം ഇരിക്കാൻ സാധിക്കുന്ന സ്ഥലം. ആ ഒരു സ്ഥലം നിങ്ങളുടെ റൂമാവാം, നിങ്ങളുടെ ബെഡാവാം, നിങ്ങളുടെ ടെറസായിരിക്കാം. അതെല്ലാം ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ആദ്യ ദിവസം അനുഭവിച്ചാൽ തുടർന്ന് സ്ഥലം മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ആ സാഹചര്യം എങ്ങനെ മറികടക്കാൻ ഒക്കുമെന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ആ സാഹചര്യത്തിന് വേണ്ടി പൊരുത്തപ്പെട്ട് നിങ്ങളുടെ ജീവിതം കണ്ണീരൊഴുക്കിയോ അല്ലെങ്കിൽ കത്തുന്ന ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ തീരാനുള്ളതല്ല. ആ ഒരു ചിന്ത മനസ്സിൽ വേണം. നിങ്ങളാണ് ആ കത്തുന്ന തീ. യു ആർ ദ ലൈറ്റ് ഓഫ് യുവർ ലൈഫ്. ആ ഒരു ചിന്ത ജീവിതത്തിൽ എപ്പോഴും വേണ്ട കാര്യമാണ്. ആ ഒരു റൂം തിരഞ്ഞെടുത്തതിന് ശേഷം ഒരു തുണിയോ മാറ്റോ വിരിക്കാവുന്നതാണ്. തുണിയെന്ന് ഉദ്ദേശിച്ചത് ബെഡ്ഷീറ്റ് ആയാലും മതി. മാറ്റ് എന്ന് പറഞ്ഞത് യോഗയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ യോഗ മാറ്റൊക്കെ ആയിരിക്കും എളുപ്പം. അത്തരത്തിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ആ തുണിയിലോ മാറ്റിലോ ഇരിക്കാവുന്നതാണ്. ഇരിക്കുമ്പോൾ മുട്ടുമടക്കി തന്നെ ഇരിക്കാൻ നോക്കുക. മുട്ടിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട്, അതായത് കാലിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാവുന്നതാണ്. കസേര ഉപയോഗിക്കുമ്പോൾ കാൽപാദങ്ങൾ ക്രോസ് ചെയ്ത് വെക്കണം. പുരുഷന്മാരാണെങ്കിൽ ഇടതുകാലം മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ വലതുകാൽ മുകളിൽ വരുന്ന രീതിയിലാണ് ക്രോസ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈപ്പത്തി മലർത്തി തുറന്ന് കാൽമുട്ടുകളുടെ മുകളിലായി തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. കൈപ്പത്തി വെക്കുമ്പോൾ തള്ളവിരലുള്ള സൈഡിലേക്ക് മാറിപ്പോകരുത്. വിരലുകളെല്ലാം യോജിച്ച് തന്നെയായിരിക്കണം ഇരിക്കേണ്ടത്. നടു നിവർന്ന് തന്നെയാണ് ഇരിക്കേണ്ടത്. ഇത്തരത്തിൽ തന്നെയാണ് തറയിലിരിക്കുന്നവരുടെയും കാര്യങ്ങൾ. തല നിവർന്ന് നേരെ തന്നെ നോക്കുക. താഴോട്ടോ മേലേക്കോ ഒന്നുമല്ല. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ശാന്തമായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം എടുക്കുന്നു, എക്സേൽ ചെയ്ത് ശ്വാസം വിടുന്നു. അത്തരത്തിൽ ശ്വാസം വിടുമ്പോൾ ഇൻഹേൽ ചെയ്തതിലും പതിയെ തന്നെ എക്സേൽ ചെയ്യാൻ നോക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് 1 2 3 4 എന്ന കൗണ്ടിലാണ് എടുത്തതെങ്കിൽ തിരിച്ച് ശ്വാസം എക്സേൽ ചെയ്യുമ്പോൾ 2 3 4 5 6 7 8 വരെ പറയാനായിട്ട് നോക്കണം. അത്തരത്തിൽ പറയണമെന്നല്ല, ആ ഒരു സ്പീഡിൻ്റെ കാര്യം പറഞ്ഞു തന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇൻഹേൽ ചെയ്ത് എക്സേൽ കഴിയുമ്പോൾ മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുക. നേരത്തെ കൗണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത് ശ്വാസം എത്തരത്തിലാണ് ഇൻഹേൽ എക്സേൽ ചെയ്യേണ്ട സ്പീഡിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണ്. ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്തതിന് ശേഷം മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുക. അത്തരത്തിൽ കൗണ്ട് ചെയ്യുമ്പോൾ 50 മുതൽ 75 വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി എന്ത് തരത്തിലുള്ള പ്രശ്നമാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ തമ്മിൽ വളരെയധികം വാഗ്വാദങ്ങൾ ഉണ്ടാവുകയാണ്, അതായത് കോൺഫ്ലിക്റ്റ് മൂലം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നമെല്ലാം പരിഹരിച്ചതുപോലെയും നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു മെത്തേഡ് ഓഫ് തിങ്കിങ് ആണ് വേണ്ടത്. ആ തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുഖം മനസ്സിൽ ചിന്തിക്കുക.
അതിനുവേണ്ടി ഒരു ട്രിക്കുണ്ട്, അത് പറഞ്ഞു തരാം. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഫോട്ടോ കുറച്ച് നേരം നോക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം മനസ്സിൽ ചിന്തിക്കുക. വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായിട്ട് ഈ ഒരു ബന്ധത്തെ കാണുന്നോ അത്രത്തോളം സത്യസന്ധതയോട് കൂടെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ പറയേണ്ടതാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്, താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്, താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്. ഈ ഒരു സെറ്റ് പറയേണ്ടത് 3 തവണയാണ്. അതിനുശേഷം ഐ ലവ് മൈ എക്സ് എന്ന് പറയുക. എക്സ് എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയേണ്ടതാണ്. ഈ ഒരു അഫർമേഷൻ സെറ്റ് പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് പറഞ്ഞെടുത്ത് എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയുക. അതിനുശേഷം നിങ്ങളുടെ ശ്വാസം വീണ്ടും നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് 75 മുതൽ 100 വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് 12 ദിവസമാണ്. ഓൾ ദി ബെസ്റ്റ്.